ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കോക്കനട്ട് കൊണ്ട് ഒരു ലഡു ആണ് തയ്യാറാക്കുന്നത്. പിങ്ക് കോക്കനട്ട് ലഡു ആണ്. അപ്പോൾ അതിലേക്കായി ഞാനിപ്പോൾ ഒരു തേങ്ങ ഇതുപോലെ ബ്രൗൺ കളറൊക്കെ മാറ്റി ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഈ ഒരു കണക്കിനാണ് പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എല്ലാ തേങ്ങയും ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ്, രണ്ട് തേങ്ങയുടേതാണ് ഇത്. അപ്പോൾ ഇതിനി ഞാനൊരു പാനിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. മാറ്റിയിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. വേറെ ഒന്നും ചേർക്കരുത്. ഇതൊന്ന് തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനാണ്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. അപ്പോൾ എൻ്റെ ഉണ്ട്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയാലും മതി. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ഈ ഒരു കണക്കിന് ഞാനിപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല, ബ്രൗൺ കളറിലൊന്നും ആകാൻ പാടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഈ ഒരു കണക്കിനാക്കി എടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇതവിടെ ഇരുന്നോട്ട്. ഇനി നമുക്കിതൊന്ന് അളന്നെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു പാത്രത്തിന് 2 കപ്പാണ് എടുക്കുന്നത് കേട്ടോ. നമുക്കതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് ഇതുപോലെ ഒന്ന് അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പ്യുവറായിട്ട് നമ്മുടെ അതായത് കളറൊന്നും ചേർക്കാതെ ശരിക്കും ഒറിജിനൽ റോസ് സിറപ്പ് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലഡു ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 കപ്പിനാണ് ഞാനിപ്പോൾ അളന്നെടുക്കുന്നത്. ഇനി ബാലൻസ് ഉള്ള ഏകദേശം 1 കപ്പോളം വരും. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. ഇനി ലഡുവിന് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് തേങ്ങ, 1.5 കപ്പ് പാല്, പിന്നെ 1/4 കപ്പ് പഞ്ചസാര, പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയ റോസ് സിറപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. 1/4 കപ്പ് പാൽപ്പൊടിയുടെ വേണം. ഇനി ഒരു പാനിലേക്ക് ഈ തേങ്ങയും 1/4 കപ്പ് പാൽപ്പൊടിയും പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന 1.5 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന്, അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇതെല്ലാം ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര 1/4 കപ്പ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ കളർ ചേർത്തുള്ള പിങ്ക് ലഡുവാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയ റോസ് സിറപ്പാണ്. ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയതാണ്. അതാണ് ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ കളറായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത് റോസ് സിറപ്പ് ഉണ്ടാക്കിയത് ബീറ്റ്റൂട്ട് ചേർത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഷോർട്ട്സും ഉണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഇത്തിരി നെയ്യ് കൂടെ ചേർത്തിട്ടുണ്ട്, ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കും. ഇത്രയേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു. ഇനി ഇത് ഓരോ ഉരുണ്ടായിട്ട് നമുക്കൊന്ന് ബോൾസ് ആക്കിയെടുക്കാം. ഈ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതെല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്രയും എല്ലാ ബോൾസും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ച് തേങ്ങ പാൽപ്പൊടി മിക്സിലോട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ലഡു റെഡി ആയിട്ടുണ്ട്, പിങ്ക് ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദീപാവലി സ്വീറ്റിൽ ഒരു പ്രധാന ഐറ്റമാണ്, ബോക്സിലെ ഒരു പ്രധാന ഐറ്റമാണ്. അപ്പോൾ ഞാനിത് സെയിൽ ചെയ്യാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.